പിന്നെ ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഇതിനെ വിളക്കം വെച്ച് ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാരണവശാലും ആ സോളിന് അടുത്ത ബർത്ത് കിട്ടില്ല. എനിക്ക് പോകാൻ പറ്റില്ല അടുത്ത്. കാരണം നിങ്ങളാണ് പവർഫുൾ. ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് മോർ പവർഫുൾ ആത്മാവിനൊക്കെ. അതുകൊണ്ട് ആ സോള് എന്ത് സംഭവിക്കും? അറ്റാച്ച്ഡ് ആവും നിങ്ങളായിട്ട്. ആ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുളിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പൊ അടുത്ത ജന്മം കിട്ടും. പക്ഷെ ഗുണമുണ്ട്. ആ സോളിനെ വെച്ചിട്ട് ഈ നമ്മുടെ മന്ത്രവാദികൾ ചെയ്യണ മാതിരി മൂർത്തിനെ വെച്ചിട്ട് കാര്യസിദ്ധി നടത്തുന്ന പരിപാടി പോലെ ഈ സോളിനെ വെച്ചിട്ട് നമുക്ക് കാര്യസിദ്ധി നടത്തും. മനസ്സിലായോ? അറ്റാച്ച്മെന്റിൽ നന്നായിട്ട് പോകില്ല. അപ്പൊ നമുക്ക് അവരെ വെച്ചിട്ട് അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, ഇന്നും തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം നടക്കും. പക്ഷേ ആ സമയം നിങ്ങൾ അതിൻ്റെ അടുത്ത റീബർത്ത് എടുക്കേണ്ട സമയത്ത് ഈ സോള് പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ എത്തിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ആ ടൈമിൽ ആ ബോഡി കിട്ടാണ്ട് വരും. ബോഡി കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം ഇത് കാത്തിരിക്കുകയും ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഉള്ള ശാപം മുഴുവൻ വരും. അതാണ് പിതൃദോഷം എന്ന് പറഞ്ഞത്. എവിടെ ചെന്നാലും ചെല്ലുമ്പോൾ രാശി വെച്ച് നോക്കുമ്പോൾ പിതൃദോഷമാണല്ലോ കാണുന്നതെന്ന് പറയും. ഇതാണ് കാരണം. കാരണം നിങ്ങൾ ഇയാളെ വിടണതാ. നിങ്ങളിവിടെ ഫോട്ടോ വെച്ച് വിളക്കം വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ആരും ഒന്നും നോക്കി ഇതാരോ അത് അപ്പൂപ്പൻ, ഇത് അപ്പുമ്മ, ഇതിങ്ങനെ എല്ലാവരും അപ്പൊ ഇതിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു ഫോട്ടോ ആരും വയ്ക്കാൻ പാടില്ല, സ്മരിക്കാനും പാടില്ല മരിച്ച ആൾക്കാർ. ആ സ്വന്തം അച്ഛനാണെങ്കിലും മമ്മിയാണെങ്കിലും.